ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അയാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളൊരു ഒരു കുഞ്ഞ് ഒരു റിസോർട്ടൊക്കെ പോലത്തെ, റിസോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കഫേ ഒക്കെ പോലത്തെ ഒരു സ്ഥലം, അവിടുന്ന് ആണ് ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏറ്റവും മുകളിൽ നിന്നാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ നിർത്തി ഞങ്ങൾ ഉള്ളിലോട്ട് കയറാണ്. അങ്ങനെ മുകളിൽ ഏറ്റവും റൂഫിലായിരുന്നു ഞങ്ങൾ. മഴ പെയ്ത ഫുള്ള് കുളവും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂഫിൽ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളാണ്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. മുകളിലാണ് നമ്മുടേത്, ഇങ്ങനെയൊന്നല്ല കേട്ടോ. മുകളിൽ വേറെ ടൈപ്പാണ്. അങ്ങനെ നമുക്ക് ഇനി മുകളിലോട്ട് പോകണം. ഇപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. അങ്ങനെ ഇങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തണം. ഇതൊരു ബീച്ചാണ് കേട്ടോ. അതായത് ബീച്ചിൻ്റെ അടുത്ത് ഒരു ആഘോഷിക്കാനൊക്കെ പറ്റിയ ഒരു സ്പേസ്. തേജേച്ചി ഉണ്ടായിരുന്നു, ചക്കുരു ഉണ്ടായിരുന്നു, ഞാൻ ചക്കുരു എന്ന് കേട്ടോ വിളിക്കാം. പിന്നെ പാപ്പി, അയാൻ, ആർവി, പാപ്പൻ, അങ്ങനെ പപ്പ, അമ്മ, അച്ഛമ്മ, അച്ഛൻ, അങ്ങനെ കുറച്ച് പേര് ഉണ്ടായിരുന്നു. പിന്നെ അയാൻ്റെ അമ്മമ്മ, അമ്മച്ചൻ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ ആൾക്കാരൊന്നുമില്ല, വലിയ സെലിബ്രേറ്റിംഗ് ഒന്നും അല്ലായിരുന്നു, എന്നാലും വലിയ സെലിബ്രേറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അഭിഷമാമയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. വേണമെങ്കിൽ അവരെന്നെ ചെയ്തു തരും കേട്ടോ അവിടുന്ന്. പിന്നെ ഞങ്ങളും ചെയ്തു കുറച്ച്, അവരും കുറച്ച് ചെയ്തൊക്കെ തന്നു. കേക്കൊക്കെ അവിടുന്ന് തന്നെ അവർ തരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. നല്ലോണം ഫോട്ടോ എടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു ഡെക്കറേഷൻ ഒപ്പിച്ചു. അങ്ങനെ ഇതാണ് അഹാൻ, മാമീൻ്റെ മോനാണ്. പിന്നെ അയാൻ ഇവിടെ ഫോൺ കളീൻ്റെ ഇതാണ്, ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് കേട്ടോ. ഇങ്ങനെ തേജേച്ചി, ചക്കരേച്ചി, ചക്കുരു, അങ്ങനെ ആയിട്ട് എനിക്കിഷ്ടം. പിന്നെ ഓരോ അന്നെല്ലാം സെറ്റൊക്കെ ചെയ്ത് തന്നു. ഞാൻ തേജേച്ചീൻ്റെ മടിയിലിരിക്കുക കേട്ടോ. ഞാനും ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ആഹാനും ആർവിയും നല്ല കളിയാണ്. അവസാനം രണ്ടാളും അടി ഉണ്ടാക്കി, രണ്ടാളും രണ്ട് സൈഡിൽ വന്ന് നിൽക്കുകയാണ്. എവിടെ പോയാലും ഒരടി ഉറപ്പാണ്. പിന്നെ ഇതാണ് കേക്ക്, അവിടെ നിന്ന് തന്നെ തന്നതായിരുന്നു. അപ്പം കേക്കൊക്കെ അടിപൊളി. പിന്നെ കുറേ ഫോട്ടോസും കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അവൻ്റെ കേക്ക് എന്ന് പറയുന്നൊരു ഫുട്ബോൾ ടീമായിരുന്നു കേട്ടോ. അവൻ്റെ ഫുട്ബോളിലേക്കുള്ള കേക്കായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ അവൻ കേക്ക് തരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുഞ്ഞു ഡെക്കറേഷനൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിച്ചു. ഫുഡൊക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ പാപ്പി കൊടുത്തു, അങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ സീനറി ബാക്കിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ വൈകുന്നേരമായ ഒരു സണ്ണ് വരില്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതൊക്കെ കണ്ടു ഞങ്ങൾ അടിച്ച് പൊളിച്ച് അവിടെ നിന്നു. ഞങ്ങൾ രാത്രിയാണ് ഇനി വീട്ടിലേക്ക് പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ ആഘോഷിച്ചു കേട്ടോ അവിടെ നിന്ന്. അവൻ്റെ ബർത്ത്ഡേ, അവൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു RDXൻ്റെ തീമായിരുന്നു. പിന്നെ എൻ്റെ പപ്പയ്ക്ക് കൊടുത്തു, എൻ്റെ വലിയച്ഛന്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അമ്മച്ചനാണിത്. അങ്ങനെ അമ്മച്ചനും കേക്കൊക്കെ കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇവിടെ കാണാനൊക്കെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇങ്ങനെ ബീച്ച് ഏരിയാസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കും. അഭിഷമാമി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും, അതേപോലെ ചക്കരേച്ചിയും തേജേച്ചിയും, അങ്ങനെ രണ്ട് പേര് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ തന്നെ ഉള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ. അന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം. ഞങ്ങൾ പാർട്ടി പോപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പാളിപ്പോയി, ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ തിരിച്ചപ്പോൾ തിരിഞ്ഞില്ല. അവസാനം ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ ആക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്ന് പറയുന്ന പാർട്ടി പോപ്പർ തിരിഞ്ഞില്ല ഗൈസ്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് ഞങ്ങളതിൻ്റെ
ഇതൊക്കെ പൊട്ടിക്കാനൊക്കെ നോക്കി, പക്ഷെ അതൊന്നും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അതിനെന്തോ ഒരു കളി കളിക്കാതെ അങ്ങനെ അവസാനം രണ്ടാമത്തെ പാർട്ടി പോപ്പറും കൊണ്ട് പാപ്പി ഓടി വന്നു. അങ്ങനെ അത് വെച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ അത് പൊട്ടുമോ നമുക്ക് നോക്കി നോക്കാം. അത് ഞങ്ങൾ എന്നിട്ട് ആ സിൽവർ പോർഷനില്ലേ അങ്ങനെ തോട്ടേക്ക് കൊടുത്തു. അപ്പം തന്നാല വന്നു. പിന്നെ പാപ്പീൻ്റെ അത് പൊട്ടിട്ടോ. അങ്ങനെ അതിന് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഇടാണ്. മറ്റേ ബ്രേസ്ലെറ്റ് ഞങ്ങളായിരുന്നു തോന്നുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ. പിന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചിക്കൻ സൂപ്പായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. എനിക്കങ്ങനെ സൂപ്പൊന്നും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇതെനിക്ക് അത്ര കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫുഡിനൊക്കെ വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ കുറേ പിന്നെ എന്തൊക്കെയൊക്കെയോ സാധനം വന്നിട്ടുണ്ട്. ചിക്കൻ പോക്കറ്റും നെഗറ്റ്സും അതേപോലെ എന്തൊക്കെയൊക്കെയോ ബീഫും അതേപോലെ എന്തൊക്കെയൊക്കെയോ വെറൈറ്റി സാധനങ്ങളൊക്കെ അവർ കൊണ്ടുതന്നു. അതൊക്കെ ഞങ്ങൾ കുത്തനെ തീർക്കുമായിരുന്നു കേട്ടോ. ഓരോ ബെഞ്ചിലേക്ക് ഓരോ പ്ലേറ്റ് വീതം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം തിന്നൊക്കെ തീർത്തു. എല്ലാ ഫുഡ്സും അവിടെ ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെയാണ് രാത്രിയായപ്പോൾ രസമായി വന്നത്. പിന്നെ അവർ കുറേ ലൈറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ലൈറ്റ്സൊക്കെ ഇട്ടപ്പോൾ ഒന്നുകൂടെ ഭംഗിയായി വന്നു. പിന്നെ അവിടെ വാഷ് ചെയ്യുന്ന സ്പേസൊക്കെ ഉണ്ട്. പിന്നെ എന്താ നൈറ്റായി ഞങ്ങൾ മൊജീറ്റോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൊജീറ്റോൻ്റെ ഇതൊക്കെ ഇവിടെ വെച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ പിസ്സ ഉണ്ട്, കുറേ സാധനങ്ങൾ, എന്താണെന്നൊന്നും പേരൊന്നും പറയാൻ പറ്റില്ല. കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിനി തിരിച്ച് പോവുകയാണ്. അപ്പം ഞങ്ങളിതാ കാറിലേക്ക് എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താ ഞങ്ങൾ കുറച്ച് കലാവിരുതുകളും ഫോട്ടോസും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉള്ളൂ ഇതെല്ലാം. നല്ലൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.